എല്ലാവർക്കുള്ള സംശയമാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഇപ്പോൾ ഒരു മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകും എത്ര പൈസ ആകും, അതുകൂടാതെ തന്നെ ഇൻഷുറൻസ് എത്ര തുക നമുക്ക് ക്ലെയിം ചെയ്താൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ എംബസിയിൽ നിന്ന് എന്താണ് സഹായം കിട്ടുന്നുള്ള നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കൂടാതെ തന്നെ ഒരു മയ്യത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ പല പ്രൈസിലാണ്. ഞാൻ മുമ്പ് ഷെരീഫ് ഇട്ട വീടിൻ്റെ എല്ലാം കമൻസിലൊക്കെ താഴെ കണ്ടു, ഇത്ര പൈസയാണ്, 5000 ആണോ 6000 ആണോ, ഓരോരാൾ ഓരോ പ്രൈസാണ് പറയുന്നത്. 5000 ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, 6000 കൊടുത്തിട്ടുണ്ട്, 6500 ദിർഹംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള വാസ്തവം എത്രയാണ്? ഒരു മയ്യത്ത് ഇപ്പോൾ മരിച്ചിട്ട് നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ എത്രയാവും? ഈ മരിച്ച എല്ലാവരും പൈസക്കാരായിരിക്കില്ല. കെഫ്റ്റീരിയയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ലേബറായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് എത്രയാണ് കറക്റ്റുള്ള പ്രൈസ് എന്നറിയാൻ എനിക്ക് നിങ്ങൾക്കും ആഗ്രഹമില്ലേ? കൂടാതെ തന്നെ ഒരു മരിച്ച ഇതിന് ഇൻഷുറൻസ് കിട്ടുന്നുണ്ടോ? അങ്ങനെ ഇൻഷുറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുക. ഇവിടുത്തെ ഇത് പ്രകാരം എല്ലാവർക്കും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, ലേബർ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ബോഡിക്ക് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് എത്ര ഇൻഷുറൻസ് കിട്ടും, അതൊക്കെ ഒരു വിശദീകരിച്ചിട്ട് നിങ്ങൾ അറിയുന്ന അധികൃതർ പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് ഉള്ളത്. കാരണം എത്രയാണ് ഒരു മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോകാനുള്ള പൈസ എത്ര, അതുകൊണ്ട് അതിന് ഇൻഷുറൻസ് ഒരു മരിച്ച ഒരു ബോഡിക്ക് എത്ര ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്താൽ കിട്ടുന്നുള്ളത്. ഒരു വീഡിയോ അല്ല, ആരും ഒരു മോശപ്പെടുത്തിയിട്ട് ഉള്ള വീഡിയോ അല്ല. ഇത് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.